ഗുഡ് മോർണിംഗ് രഞ്ജനി. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ ഒരു ബിരിയാണി കഴിക്കുന്നോ? അതിനെന്താ, ബിരിയാണി അല്ലേ ബിരിയാണി വേണം അല്ലേ? അപ്പോൾ ഞാനൊരു 6 രൂപ 40 പൈസ അങ്ങോട്ടങ്ങ് തരും, പോയി ബിരിയാണി കഴിച്ചോണം. 6 രൂപ 40 പൈസയോ ബിരിയാണിക്കോ? 150 200 രൂപയാണ് ബിരിയാണിക്ക്. ഞാൻ 6 രൂപയ്ക്ക് എങ്ങനെ പോയി കഴിക്കുന്നേ? പോരാഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ അതും, മുട്ട വേണമെങ്കിൽ അതും കഴിച്ചോണം. പിന്നെ വയറ് നിറഞ്ഞില്ലെന്ന് പറയുന്നത്. 6 രൂപയ്ക്കോ? 6 രൂപ 40 പൈസ. 6 രൂപയല്ല, 6 രൂപ 40 പൈസ. 40 പൈസയോ? ഈ 40 പൈസ ഇന്നത്തെ കാലത്ത് ഉണ്ടോ? 6 രൂപ 40 പൈസക്ക് ഗൂഗിളിൽ ഇട്ടാൽ മതി, അത് കുഴപ്പമില്ല. ഗൂഗിളിൽ ഇട്ടാ അതിന് എവിടുന്ന് ബിരിയാണി കിട്ടാൻ? സാറിന് ഇതെന്ത് പറ്റി? 6 രൂപ 40 പൈസക്ക് ബിരിയാണി കിട്ടത്തില്ല. എത്ര രൂപയ്ക്ക് കിട്ടും? ഒരു 150 200 രൂപയൊക്കെ. ഒരു കാര്യം ചെയ്യും, ബാക്കി കയ്യിൽ നിന്ന് കിട്ടും. പക്ഷേ പുറത്ത് പറയുമ്പോൾ കയ്യിലില്ലേ, അതങ്ങ് കിട്ടും. പിന്നെ സാറ് ബിരിയാണി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത് എല്ലാവരുടെ പറയും. ഞാൻ 6 രൂപ 40 പൈസ തന്നിട്ടല്ലേ ബിരിയാണി കഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പറയണം, ഞാൻ വാങ്ങിച്ചു തന്നതാണ് ഈ ബിരിയാണി എന്നുള്ളത് എല്ലാവരോടും ചെന്ന് പറയണം. 6 രൂപ 40 പൈസ തന്നിട്ട് സാറ് വാങ്ങിച്ചു തന്നെയാണ് ബിരിയാണി എന്ന് പറയണം. വേണമെങ്കിൽ ഒരു കാര്യം, ഒരു ഓപ്ഷനുണ്ട്. കയ്യിൽ നിന്നുള്ള പൈസ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാട്ടുകാരോടൊക്കെ പിരിച്ചിട്ട് ബാക്കി പൈസയും കൂടെ ആക്കി എന്തായാലും ബിരിയാണി കഴിക്കണം. എന്താ സാറിന് എന്താ പറ്റിയത്? സംഗതി എന്താണ്? വട്ടാണോ എന്നാണ് എനിക്കും സംശയം. അല്ല, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ LP UP സ്കൂളുകളിലേക്കുള്ള പുതിയ അധ്യയന വർഷത്തെ ഭക്ഷണ പദ്ധതിയാണ്. നേരത്തെ ചോറും സാമ്പാറും കൊടുത്തപ്പോൾ അന്ന് ശംഖു പറഞ്ഞില്ലേ, ഇത് പോരാ, ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്ന്. അന്ന് വീണാർ ജോർജും ശിവൻകുട്ടി എല്ലാം കൂടെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ. ഞങ്ങൾ കൊടുക്കും, ഫ്രൈഡ് റൈസ് കൊടുക്കും, മുട്ട കൊടുക്കും, ബിരിയാണി. അതിന്റെ പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞത്. 6 രൂപ 40 പൈസയാണ് ഗവൺമെന്റ് കൊടുക്കുന്ന. 6 രൂപ 40 പൈസ. നമ്മുടെ പ്രേക്ഷകർക്ക് അത് സാറ് കൃത്യമായിട്ടൊന്ന് അറിയിച്ചു തരാം. 6 രൂപ 40 പൈസ ഗവൺമെന്റ് മുടക്കും, വിദ്യാഭ്യാസ വകുപ്പ് മുടക്കും. ബാക്കി നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളതിന് അച്ചടക്ക നടപടിയൊന്നും എടുക്കില്ല. ഇനി ഇതുകൂടാതെ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടെ പിരിച്ചെടുത്തു. അങ്ങനെയാണല്ലോ പണ്ട് അംഗനവാടികൾ നടത്തിയിരുന്നത്, നാട്ടുകാരോടെ പിരിച്ചെടുത്തിട്ട്. അതുപോലെ നാട്ടുകാരോടെ പിരിച്ചെടുത്തിട്ട് അതങ്ങ് ഉഷാറാക്കിയിട്ട് ബിരിയാണി എന്തായാലും കൊടുക്കണം. കാരണം ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനമാണ്. ഇല്ലെങ്കിൽ ഞങ്ങളെ കാസർഗോട്ടേക്കൊക്കെ സ്ഥലം മാറ്റും. അത് പറഞ്ഞേക്കാം. ഒരു മുട്ടയ്ക്ക് 5 രൂപയാണ്. ഒരു മുട്ട വാങ്ങിക്കണമെങ്കിൽ 5 രൂപ. അതൊന്നും ഗവൺമെൻറ്റിന് അറിയാം. ഗവൺമെൻറ് തരുന്നത് ഇത്രയാണ്, ഗവൺമെൻറ്റിൻ്റെ സൗജന്യമാണ് ഇത്. ഞങ്ങൾ ഇത്രയും തരുന്നില്ലേ, പോരെ? പിന്നെ ഒരു കാര്യം ചെയ്യാം, LP സ്കൂളിൽ ഇത്രയും മതി, കുറച്ചേ കഴിക്കും. UP സ്കൂളിൽ കുറച്ചുകൂടെ വളരുന്ന കുട്ടികളാണ്, കുറച്ചുകൂടെ വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒരു 10 രൂപ അങ്ങ് തന്നേക്കാം. ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ രഞ്ജനി, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഹെഡ് മാസ്റ്റർമാർ ഈ ജോലി എങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുക. ഹെഡ് മാസ്റ്റർ പദവി എന്ന് പറഞ്ഞാൽ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, ദേശത്ത് പ്രത്യേകിച്ചും SI പദവി പോലെ, അതുപോലെ ഉന്നതമായിട്ടൊരു സ്ഥാനമായിട്ടാണ് നാട്ടുകാരെല്ലാം കരുതി വയ്ക്കുന്നത്. ഇപ്പോൾ ഹെഡ് മാസ്റ്റർമാർ തലയിൽ കൈമിച്ച് പണ്ടോരം അടങ്ങാൻ ഈ ജോലിയിൽ നിന്നൊന്ന് മാറിക്കിട്ടിയാൽ മതി, പെൻഷൻ പറ്റിയാൽ മതി. എന്താ കാര്യമെന്നറിയാമോ? ഇത് കയ്യിൽ നിന്ന് മുടക്കിയാണ് ഇപ്പോൾ ഈ സാമ്പാറും ചോറും വരെ കൊടുക്കുന്നത്. ഒരു ക്യാബേജ് തോരനും കാണും. ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന കയ്യിൽ നിന്ന് പണം മുടക്കി അവരുടെ ഉത്സാഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും പിള്ളേരെ പട്ടിണിക്കിടാൻ പറ്റുമോ? ആശിച്ച് വരുന്ന കുട്ടികളല്ലേ. പണ്ട് അമേരിക്ക ഈ നമുക്ക് ഉപ്പുമാവ് പദ്ധതി ഉണ്ടായിരുന്നല്ലോ, PL80 എന്ന് പറയുന്ന പദ്ധതി. അതനുസരിച്ച് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. സാധനങ്ങളെല്ലാം അവർ തന്നെ സപ്ലൈ ചെയ്യും. 5 പൈസ നമ്മൾ മുടക്കണ്ട. ഒരു പാചകക്കാരൻ വെച്ചാൽ മതി, പാല് കാച്ചി അത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഇത് വേവിച്ചിട്ട് പാലും കാച്ചി കൊടുക്കണം. അതിൻ്റെ വലിയൊരു രസമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഇത് പാചകം ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു ആ സ്കൂളിൽ. ആ പാചകം ചെയ്യുന്ന ആളുടെ പേര് പപ്പു പിള്ള. അപ്പോൾ അത് കഴിഞ്ഞുള്ള പരീക്ഷയ്ക്ക് ഈ പാലും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. സോയാബീൻ പാലാണ്, അത് പശുവിൻ പാലൊന്നും അല്ല, അത് കേടായിപ്പോവും. അപ്പോൾ ഈ പാല് പതിവായിട്ട് കൊടുത്തിരുന്നു. പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടമായി. ഇലയുമായിട്ട് വരും, വട്ടയിലയും പൊട്ടിച്ചുകൊണ്ട്, പാത്രമൊന്നുമല്ല. അതിൽ പിള്ളേരെല്ലാം കഴിക്കും. പണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ വാർഷിക പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് LP സ്കൂളിലെ കുട്ടികൾ, നമുക്ക് പാൽ തരുന്ന ഒരു മൃഗം. കുട്ടികൾ ഉപ്പുമാവ് കഴിക്കുന്ന കുട്ടികളെല്ലാം എഴുതി വെച്ച പപ്പുപിള്ള. കാരണം രാവിലെ പാല് പാചകം ചെയ്ത് കൊടുക്കുന്ന പപ്പുപിള്ളയല്ലേ. അപ്പോൾ അത്രമാത്രം ഹൃദ്യമായിരുന്നു അവർക്ക് പിന്നെ ഈ പാലെന്ന് പറയുന്നതും ഈ ഉപ്പുമാവും. അത് കഴിച്ചാൽ രാവിലെ പട്ടിണിയാണ്. ഇന്നത്തെക്കാളും അന്ന് 26% ഇന്ത്യയിലെ പട്ടിണി നിരക്ക്. ഇപ്പോഴാണ് അത് 5% കുറഞ്ഞിരിക്കുന്നത് മോദി വന്നതിന് ശേഷം. അതുപോട്ടെ, അതെൻ്റെ രാഷ്ട്രീയം. പക്ഷേ
ഹെഡ് മാസ്റ്റർമാർ പലരും ഈ സാമ്പാറും ചോറും ഉണ്ടാക്കാൻ തന്നെ ഈ പൈസ കൊണ്ട് തികയില്ലല്ലോ. നമുക്കറിയാമല്ലോ അരിയുടെ വില എത്രമാത്രം വന്ന സാമ്പാറിൻ്റെ വെജിറ്റബിൾസിൻ്റെ വില. അല്ല സാറേ, ഇപ്പൊ എനിക്കറിയാവുന്നതുപോലെ ഈ സർക്കാർ സ്കൂളിൽ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇഡലി, ഉപ്പുമാവ്, പുട്ട്, ഓരോ ദിവസം ഓരോ മെനു ആണ്. ഉച്ചയ്ക്ക് ഇതേപോലെ തന്നെ തോരൻ, സാമ്പാർ, നല്ല രീതിയിൽ ചില സ്കൂളിലൊക്കെ നല്ല രീതിയിലാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്. ഞാനും കേട്ടിട്ടുണ്ട്. ഇത് സർക്കാർ സർക്കാർ കൊടുക്കുന്ന ഒരു നിശ്ചിത ശതമാനം തുകയാണ്. ബാക്കി PT എന്നും ഈ അധ്യാപകരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പിരിച്ചെടുത്ത് അവർ ഓരോ ദിവസവും അവിടെ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്നത്. അത് എല്ലാ കുട്ടികളും വന്ന് കഴിക്കുകയും ചെയ്യും. ചില സ്കൂളിലൊക്കെ നല്ല വൃത്തിയോടെ നല്ല രീതിയിലാണ് വെക്കുന്നത്. സാർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ പൊതുവേ ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്തെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നു, മുട്ട, പാല്, മെനു അനുസരിച്ച് കൊടുക്കുന്നു. പക്ഷെ അവസ്ഥ ഇതാണ്. സാറുമാരുടെയും പേരൻസിൻ്റെയും കയ്യിൽ നിന്നിട്ട് ഇറക്കുന്ന ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. രഞ്ജിനി, ഹെഡ് മാസ്റ്റർമാർ ചിലർ വീട്ടിൽ തെങ്ങുള്ളതുകൊണ്ട് ആ തേങ്ങ കൊണ്ടുവന്നാണ് ഈ സ്കൂളിലെ കുട്ടികൾക്ക്, അവർക്ക് കുട്ടികളോടുള്ളതുപോലൊരു വാത്സല്യം തങ്ങളുടെ പഠിപ്പിക്കുന്ന കുട്ടികളോടും ഉണ്ട്. അപ്പോൾ ആ വാത്സല്യം നിറവേറ്റാനായിട്ട് അവരങ്ങനെ കൊടുത്തുകൊണ്ടാണ്. ഇതാരോടെ പറയാൻ? ഇത് സമരം ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. സ്ഥലം മാറ്റം വരും കാസർഗോഡേക്ക്. അല്ല, ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും കുറഞ്ഞു പോയി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പേരൻസോ എന്തെങ്കിലും പരാതി പറഞ്ഞ് മീഡിയ എടുത്തിട്ടാൽ അത് സ്കൂളിന് പ്രശ്നം. അപ്പം മന്ത്രി പറയും ഞങ്ങൾ ഇതാണ്ട് ഇത്ര മെനു ഇത്ര ഇത് കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര ഇതിന് കൊടുത്തു. പക്ഷെ ഇവർ ഈ കൊടുക്കുന്ന 6 രൂപ വെച്ച് ഇനി റേഷൻ അരിക്കകത്ത് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കും? എതിർത്ത് കഴിഞ്ഞ് ഇത് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതെ വിശന്നിരിക്കുന്ന കാണാൻ പറ്റുമോ? വൃത്തിയോടെ നല്ല രീതിയിൽ അത്യാവശ്യം ഒരു ചേലോടെങ്കിലും വെച്ച് കൊടുക്കണ്ടേ? അതാണ് അധ്യാപകനോട് കഥ എഴുതിയ കാരൂരിൻ്റെ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അധ്യാപകൻ അന്ന് ശമ്പളം കുറവായിരുന്നു. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് വളരെ കുറച്ച് ശമ്പളം കൊടുക്കൂ. അതുകൊണ്ട് അധ്യാപകൻ ഉച്ചയ്ക്ക് വിഷം വന്നപ്പോൾ നിവൃത്തിയില്ലാതെ കുട്ടികൾ പൊതിച്ചോറുമായിട്ട് വരും. ആ പൊതിച്ചോറിലൊന്നെടുത്ത് കഴിച്ചു എന്നാണ്. മനസ്സിലായി? അധ്യാപകൻ്റെ നിവർത്തികേട് കൊണ്ട് അദ്ദേഹം ആ കഥയിൽ പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കുട്ടികളുടെ പട്ടിണി കാണുമ്പോൾ അധ്യാപകർക്ക് സങ്കടം സഹിക്കാൻ നിർവാഹമില്ലാതെ അവരുടെ പോക്കറ്റിൽ നിന്ന് പണം മുടക്കിക്കൊണ്ട്, അവരുടെ ശമ്പളം മുടക്കിക്കൊണ്ട് ഇത് ചെയ്യുകയാണ്. ആകെപ്പാടെ കൊടുക്കുന്ന 6.40. എന്നിട്ടോ ഇതും പോരാ, 500 കുട്ടികൾക്ക് ഒരു പാചകക്കാരൻ. അയാൾ തന്നെ വേണം ഈ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ, ബിരിയാണി ചെമ്പിനകത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ, മുട്ട ഉണ്ടാക്കി കൊടുക്കാൻ, ഇതെല്ലാം ചെയ്യാൻ. ഈ ശംഖുവിൻ്റെ ഒരാളിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഗവൺമെൻറ് കൊടുത്ത പൊള്ള വാഗ്ദാനം അത് ഇപ്പോൾ മാധ്യമങ്ങൾ കുറച്ച് പ്രശ്നമുണ്ടാക്കി. ഇത് നിറവേറ്റിയില്ലല്ലോ ഇതുവരെ. അപ്പോൾ ഈ മാധ്യമങ്ങളെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കേന്ദ്രം തരേണ്ടതാണ്, കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ആ തരത്തിലാണ് ഈ ഗവൺമെൻറ് കാര്യപരിപാടികൾ നടപ്പാക്കുന്നത്. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ലെന്നുമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് കൊടുത്തുകൂടെ? കുട്ടികൾ നമ്മുടെ നാളത്തെ പൗരന്മാരല്ലേ, വളർന്നു വരുന്ന കുട്ടികളല്ലേ, അവരെ കഴിവുറ്റ കായിക ശേഷിയുള്ള ആൾക്കാരായിട്ട് വളർത്തിക്കൊണ്ട് വരണ്ടേ? നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളവരായിട്ടും വളർത്തിക്കൊണ്ട് വരണ്ടേ? ഇതൊന്നും നടത്താതെ കണ്ട് ഗവൺമെൻറ് ഇങ്ങനെ പൊള്ള വാഗ്ദാനങ്ങൾ നൽകുക, അത് നിറവേറ്റുന്ന ഭാരം അവിടെ പാവപ്പെട്ട അധ്യാപകരുടെയും പ്രഥമ അധ്യാപകൻ്റെയും പേരിൽ വയ്ക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിഷയമാകേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല, ദൗർഭാഗ്യവശാൽ. ഇനിയിപ്പോൾ ആര് ജയിച്ചാലും ശരി, ഈ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അവിടുത്തെ ഇതിപ്പം ഇരട്ടി ബർഡനാണ് ഓരോ സ്കൂളിനും അംഗനവാടികൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. അംഗനവാടികൾക്ക് നമുക്കറിയാം ഒരു ടീച്ചറും ഒരു ആയയും മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് ഇത്തരത്തിലുള്ള ഈ സർക്കാർ പറയുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. രണ്ട് സ്ത്രീകളായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർ ഇത്തരത്തിൽ എന്തോ ഓരോ പേരൻസിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും എടുത്ത് അതിൻ്റെ എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇവർ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞോണം മറ്റേ റേഷൻ അരി അല്ലെങ്കിൽ അംഗനവാടികൾക്ക് കൊടുക്കുന്ന അരിയുടെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആട്ടിക്കുട്ടി കുറച്ച് മസാലയൊക്കെ ചേർത്ത്. പക്ഷെ എന്നാലും മുട്ടയാണെങ്കിലും മുട്ട ബിരിയാണി ആണെങ്കിലും കൊടുക്കണ്ടേ? ചിക്കനൊക്കെ എന്തൊരു വിലയാണ്. 1 കിലോ ചിക്കൻ വാങ്ങണമെങ്കിൽ തന്നെ 325 രൂപ എത്ര രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു കുട്ടിക്ക് ഇത് വെച്ച് എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. മര്യാദയ്ക്കായിരുന്നു ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. സാമ്പാർ കുറച്ച് പൈസയെ ചിലവാക്കുമായിരുന്നു. ഇപ്പോൾ കൂടുതൽ ബജറ്റ് ഹെഡ് മാസ്റ്റർമാർ കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയാണ്. തന്നെയല്ല, ഇതിനൊക്കെ ഈ മുട്ട എന്നൊക്കെ പറയുന്ന പെട്ടെന്ന് ബാക്ടീരിയഫിക്കേഷൻ സംഭവിക്കുന്ന സാധനങ്ങൾ, ബാക്ടീരിയ പെട്ടെന്ന് കയറി വരുന്നത്. അതങ്ങാനും 2 ദിവസം വെളിയിലിരുന്നതാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഭക്ഷ്യ വിഷബാധ വന്ന് ആശുപത്രിയിൽ പോയി കിടക്കും. അതെ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനാര് സമാധാനം പറയും? അതിനാരാ സമാധാനം പറയുന്നത്? ഇപ്പോൾ തന്നെ കുട്ടികളെ നിരന്തരം പട്ടികൾ കടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഉത്തരവാദിത്തമുള്ളത്? എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് പിള്ളേർക്കല്ല, നമുക്കും പോകാൻ പറ്റുമോ? ഇപ്പോൾ കണ്ണൂരിൽ 40 പേരെയാണ് ഒരേ സമയം
ഇസ്രായേൽ മിസൈൽ വർഷിക്കുന്ന പോലെ ആ പട്ടികൾ അവിടെ കടിക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ കാട്ടുമൃഗങ്ങൾ, കാട്ടിൽ നിന്ന് പട്ടിണി കടന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അതിനെ വന്യമൃഗങ്ങളെ തുരത്തണം എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ ലൈസൻസ്. ആദ്യം നിങ്ങൾ ഈ പട്ടികളെ എന്തെങ്കിലും ചെയ്യൂ, അവയെ കാസ്ട്രേറ്റ് ചെയ്യൂ, എന്തെങ്കിലും നടപടി സ്വീകരിക്കൂ നിങ്ങൾ. എന്തായാലും ബിരിയാണിക്കകത്ത് നെയ്യും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ മാറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു 6 രൂപയിൽ ഒരു കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നേ. 6 രൂപയല്ലേ? 6 രൂപ 40 പൈസ. ഇതിനകത്ത് ഉള്ള പകുതി എടുത്ത് കുറച്ച് ചിക്കൻ വെച്ചിട്ട് ഗ്രേവി കൂട്ടി അടിച്ച് മറ്റേ ചോറിനകത്ത് മിക്സ് ചെയ്ത് ബിരിയാണി എന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുക. എൻ്റെ ദൈവമേ, നമ്മുടെ കുട്ടികൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്